നമ്മളിലെ അധിക പേരും ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിളിൻ്റെ സ്വന്തം ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വളരെ സേഫ് ആയിക്കൊണ്ട് നമ്മളെ ഫോട്ടോസുകളും വീഡിയോസുകളും വാട്സപ്പ് ബാക്കപ്പുകളൊക്കെ ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാറ്റ്ഫോം തന്നെയാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, 15 GB മാത്രമാണ് ഗൂഗിൾ ഡ്രൈവ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നത്. പിന്നീട് നമുക്ക് GB വേണം എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എന്നാൽ ചില സമയത്ത് നമുക്ക് ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിലേക്ക് മെയിലുകളോ അതുപോലെ തന്നെ ഒരു മെസ്സേജുകളും നമുക്കതിലേക്ക് വരില്ല. ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നം, ഇതുപോലെ സ്റ്റോറേജ് ഫുൾ എന്നാണ് നിങ്ങളെ മെയിൽ കാണിക്കുന്നത് എങ്കിൽ പിന്നീട് വരുന്ന ഒരു മെയിലുകളും നിങ്ങൾക്ക് റിസീവ് ആവില്ല. ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് നമ്മൾ സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്നതെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്നത് നോക്കിയാലോ. നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ നമ്മുടെ ജിമെയിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ജിമെയിൽ ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അക്കൗണ്ട് സ്റ്റോറേജ് ഈസ് ഫുൾ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്കറിയാം പിന്നീട് നമുക്ക് വരുന്ന മെയിലുകളൊന്നും ഇതിലേക്ക് റിസീവ് ആകില്ല. ഗൂഗിൾ തരുന്ന 15 GB മാത്രമാണ് നമുക്കിതിലൂടെ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഒരു 15 GB നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഇതുപോലെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നമുക്കറിയാം, നമുക്ക് ഓഫർ പ്രൈസ് എടുത്തുകൊണ്ട് പുതിയ പ്ലാനുകളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു വഴിയെന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ GB ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോറേജിലുള്ള വീഡിയോസുകളും ഫോട്ടോസുകളൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇങ്ങനെ 2 വഴികളാണ് ഈ ഒരു ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നത്. നമ്മളിവിടെ മാനേജ് സ്റ്റോറേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്കിവിടെ ലഭിക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഗൂഗിൾ ക്രോം ആണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തുകൊണ്ട് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ സെർച്ച് ബാറിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് നമുക്കിവിടെ one.google.com/storage/management ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസുകൾ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഒന്നാമതായി കാണാൻ വേണ്ടി സാധിക്കും ഇമെയിൽ ബിന്നിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത ഫോൾഡറുകൾ എത്രയുണ്ട്, അതുപോലെ എത്ര MB അതിൽ ബാക്കിയുണ്ട്, അതുപോലെ തന്നെ സ്പാം ആയിട്ടുള്ള മെയിലുകൾ വന്നത് എത്ര MB ഉണ്ട്, അതുപോലെ തന്നെ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ഒക്കെ എത്രയാണ് കിടക്കുന്നത്, അതുപോലെ ഇമെയിൽ വിത്ത് ലാർജ് അറ്റാച്ച്മെൻറ്റുകൾ എത്രയാണ് കിടക്കുന്നതൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ വാട്സപ്പിൻ്റെ ഒരു ഫോൾഡർ കാണാൻ വേണ്ടി സാധിക്കും. ബാക്കപ്പ് ചെയ്തിട്ടുള്ള വാട്സപ്പിലുള്ള ആ ഒരു ബാക്കപ്പ് കൂടെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് അവിടെ പോയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലാർജ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ളത് 12 GB വരുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് നോക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്ക് നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ഓരോ ഫോട്ടോസിൻ്റെ സൈസും അതുപോലെ തന്നെ എന്നാണ് നമുക്ക് അപ്ലോഡ് ചെയ്തതെന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള, നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസുകളും ഫോട്ടോസുകളും ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നമ്മളിതിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും നമുക്ക് ഇവിടെ കണ്ടില്ല. ഷോ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള നമ്മുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ നമുക്ക് താഴെയായി കൊണ്ട് കാണാൻ വേണ്ടി സാധിക്കും. അതുകൂടാതെ തന്നെ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ ഈ ഒരു ഷോ ആയിട്ടുള്ള ഫോട്ടോസുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോട്ടോസുകളൊക്കെ നമുക്കിവിടെ സെലക്ട് ആയത് കാണാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകളാണെങ്കിൽ ആദ്യം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം മാത്രം ഡിലീറ്റ് കാണുന്നതിൽ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാം, ഇവിടെ ഡൗൺലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത എല്ലാ ഫോട്ടോസുകളും വീഡിയോസുകളും നമ്മളെ ഫോൺ ഗാലറിയിലേക്ക് ഡൗൺലോഡ് ആവുന്നതാണ്. ഫോണിൽ എത്രത്തോളം സ്റ്റോറേജ് ബാക്കിയുണ്ട്, എത്ര GB ഉണ്ടെന്നൊക്കെ നമുക്കിവിടെ സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കും. അതനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ഫോട്ടോസുകൾ നമ്മുടെ ഫോൺ ഗാലറിയിലേക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഫോട്ടോസുകൾ സെലക്ട് ചെയ്തിട്ട്, കുറച്ച് വീഡിയോസുകളാണ്, ഈ വീഡിയോസുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഡൗൺലോഡ് കൊടുക്കുകയാണ്. ഡൗൺലോഡ് കൊടുത്തതിന് ശേഷം 2.4 GB 3 ഐറ്റംസുകൾ നമ്മളിവിടെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുകളിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. താഴെ ആയിക്കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ഫയലെന്ന് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡൗൺലോഡ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഗാലറിയിൽ പോയിക്കൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറുകളൊക്കെ ഫയലുകളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഡൗൺലോഡായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പേജ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു 3 ഐറ്റം ഡിലീറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ.
ഞാനിവിടെ ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും മൂവ് 3 ഐറ്റം ടു ദ ബിന്നിലേക്കായിരിക്കും നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന ഈ ഒരു ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ പോകുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് 60 ഡേയ്സിനുള്ളിൽ ഈ ഡിലീറ്റ് ചെയ്ത ഫോൾഡറുകൾ നമുക്ക് റീകവർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടു ബിൻ എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ 2.4 GB നമുക്കിവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ബാക്കിലോട്ട് വരാം. ബാക്കിലോട്ട് വന്നിട്ട് നമ്മളെ സ്റ്റോറേജ് മാനേജറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും എത്രത്തോളം നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്, എത്ര GB നമുക്ക് ഫ്രീ ആയിട്ടുണ്ടെന്ന് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം ഞാനിവിടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എത്രത്തോളം നമ്മളെ മുന്നേ നമുക്ക് റെഡ് കളറിലായിരുന്നു ഫുള്ളായിട്ടായിരുന്നു കണ്ടിരുന്നത്. നമ്മളൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന മെയിലുകളും മെസ്സേജുകളൊക്കെ നമുക്ക് നമ്മളെ മെയിലിൽ റിസീവ് ആവുന്നതാണ്. വളരെ സിമ്പിളായിക്കൊണ്ട് തന്നെ ഇതുപോലെ നിങ്ങളെ സ്റ്റോറേജ് ഫ്രീ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ.